ആ പരിപ്പ് വേഗുന്ന് വിചാരിച്ച് ആരും ഇരിക്കണ്ട. ഇവിടെ ഞങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും. നോക്കിക്കോ നിങ്ങൾ സഹോദരന്മാരെ. ഒന്നുകൂടി ചോദിക്കാണ് ത്വരീഖത്തില്ല എന്ന് മൂപ്പരെന്നെ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയുമ്പോഴേ മനസ്സിലാവും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ എന്തുകൊണ്ട് അതിനെ പറ്റി ചോദിക്കുന്നത്. അതിപ്പോ ഒരു ഹാഫിളിന്റെ കാര്യം. അത് തെരീക്കത്തും പറഞ്ഞു. പിന്നെ ഇല്ലാത്ത നമ്മൾ പറയണ്ട. അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ കേട്ടിരുന്നോ തെരീക്കത്ത്? ഇല്ല, തെരീക്കത്ത് കേട്ടില്ല. നമ്മളെ എതിർത്ത് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ആളുകൾ മുഴുവൻ അയാൾ വലിയാണെന്നും പറഞ്ഞു. അതുകൊണ്ട് വലിയ ഒന്ന് വേറെ ആരാ പറഞ്ഞ അയാൾ വലിയ? ഹാഫിദ് ഉസ്താദ് വലിയാന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. ഒരു നോണ അവിടെ ഉപരി പറയാ, ഇല്ലാത്തവൾ പറയണ്ട, മുഴുവനും ഇല്ലാത്തേ പറഞ്ഞിട്ടുള്ളൂ. അത് വേറൊരു കാര്യം. ഏതായാലും ആ പോയിന്റ് എന്തായി? ത്വരീഖത്താ നമ്മൾ പറയണ്ട. എന്നാ അതേ പ്രസംഗത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പർ തന്നെ പറയുന്നത് ഇത്വരീഖത്ത് വരികയാണ്. അവിടെ ഇങ്ങനെ ത്വരീഖത്ത് ഇതാ ഞാൻ പറയും. ഇവർക്ക് ഈ ഒരു എന്തോ ഒരു അസുഖം, എന്തോ മറന്നു പോവാണ്. ത്വരീഖത്തല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പർ തന്നെ പറയാണ് ആ ത്വരീഖത്തിന്റെ പ്രശ്നം എന്നിങ്ങനെ പറഞ്ഞിട്ട് മൂപ്പർ പറയാണ്, ഞാന് ഈ ത്വരീഖത്ത് വന്ന ഉടനെ, ത്വരീഖത്തല്ല നേരത്തെ പറഞ്ഞിരുന്നു, ത്വരീഖത്ത് വന്ന ഉടനെ ഞാന് ആഫിദിനെ സംബന്ധിച്ച് ചെറിയ പി ഉസ്താദിനോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, ആള് വലിയ സംഭവമാണ്, ഹിക്കമിന്റെ ദർശമൊക്കെ കേട്ടാൽ എന്തെല്ലാം കാര്യങ്ങളാ പറയുന്നത്. വേറൊരു ചങ്ങാതി പൊട്ടിച്ചല്ലോ, എന്ത് ഉസ്താദിന്റെ കാലിന്റെ ചോപ്പ് മാറിയിട്ടില്ല എന്നും വലത്തോട്ട് എന്ന് ഇടത്തോട്ട് എഴുതി അറബി വായിക്കാൻ അറിയില്ല എന്നൊക്കെ അല്ലേ. ഓന്റെ മോനെ അറബി അറിയാത്ത ആളെ നിങ്ങള് പൂനൂര് കൊണ്ടുപോയിട്ട് ബുഖാരിന്റെ ക്ലാസ് ഏൽപ്പിച്ചു കൊടുത്ത് തന്നെ കഴിഞ്ഞിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കുന്നു, ഇവിടെ പ്രസംഗിച്ച കുല്ലുഹും കൊണ്ടുവാ. ഉസ്താദ് എഴുതിയ ഒരു കിതാബിന്റെ ഒരു പേജ് വായിക്കാൻ പോലുങ്ങൾക്കാവൂല. എന്നിട്ട് ഇങ്ങോട്ട് അറബി തിരിയോ? കിബിറിനൊക്കെ ഒരു അടിസ്ഥാനല്ലേ. അറബി തിരിയോ ഇല്ലേ എന്നുള്ളത് ഇതാ ഉസ്താദ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറബി തിരിയോ ഇല്ലേ ഈ ത്വരീഖത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോളൂ. ആരോ പറയുന്നത് പറയാ, ആരോ പറയുന്നത് പറയണം, മുത്തൂറും കിട്ടില്ല. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ, ഈ ത്വരീഖത്ത് വന്ന ഉടനെ അതും പറഞ്ഞുതരാം. ചെറിയ ഒരു ദിവസം ജാമിയ ഹിക്കമിയിൽ ഫത്വ കമ്മിറ്റിക്ക് വേണ്ടി വന്നു. ഹിക്കമിയിൽ വെച്ചായിരുന്നു അന്ന് ഫത്വ കമ്മിറ്റി കൂടിയത്. അപ്പൊ അവിടെ നിന്നാണ് ചെറിയ ഇങ്ങനെ ഒരാളെ പറ്റി ആദ്യമായി പറയുന്നതും നമ്മൾ കേൾക്കുന്നതും. അന്ന് പറഞ്ഞ ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് ഓതിക്കണയാണ്. പക്ഷെ അയാൾ ഹിക്കമന്റെ ദർസ് കേട്ട് നോക്കുമ്പോ അന്ന് ഓതിയ ആ ഓത്തൊന്നുമല്ല, അയാൾ ഒരുപാട് സംഗതി പറയുന്നുണ്ട്. പക്ഷെ ഒക്കെ കിതാബ് എന്നുള്ളതിനെ പറയുന്നത്, ഓരോ കിതാബ് അയാൾ പറയുന്നുണ്ട്. അപ്പൊ സാറ് തോന ഓതിയില്ല, കുറച്ചേ ഓതിയിട്ടുള്ളൂ. ഓതിയ ഒരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമുണ്ട്, അത് മധുഹം ചെയ്തു. അത് സ്വഭാവത്തിൽപ്പെട്ടതല്ലേ. ഇത് ആദ്യകാലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ആദ്യകാലത്ത് തന്നെ ഈ സംഭവം ഉണ്ട്. അത് ശിഷ്യന് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താലേ അവിടുന്ന് കേട്ടോ. അത് ആദ്യം ഒന്ന് ചെയ്യാം, ഒന്ന് അവിടെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് ഇപ്പൊ അതൊന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല, അവിടെ കൂടുന്ന എല്ലാവർക്കും അറിയുന്നവരെ. ഇനിയിപ്പൊ എല്ലാരെയും അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ പൊട്ടത്തരം പറഞ്ഞപ്പോൾ ഞാൻ അതിനെ ചോദ്യം ചെയ്തു എന്ന് മാത്രം കഴിഞ്ഞിട്ടില്ല. അവിടെ വേറൊന്നും കേട്ടോ. ചെറിയ ഉസ്താദിന്റെ കൂടെ 4 വർഷോതി, പിന്നെ അതിന്റെ ഇടയ്ക്കൊരു ഉസ്താദ് പറഞ്ഞല്ലോ. ആ ഉസ്താദ് ഏതാണ് ഒന്ന് ചർച്ച ചെയ്യാൻ ഈ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഇനി ഞാൻ ഈ നാട്ടുകാരോടൊക്കെ ഒന്നുകൂടി പറയാം, നമുക്ക് ഇങ്ങനെ ഒന്നും പ്രശ്നം വേണ്ട. ഒരു കാര്യം ചെയ്യാ, ഉസ്താദിനെ കൊണ്ടുവരേണ്ട കാര്യം ഞാനും വരാം, അൻവരി ഉസ്താദും വരാം. നിങ്ങൾ എന്തിന് നാട്ടുകാരെ പ്രശ്നമാക്കണം? നിങ്ങളൊരു സ്ഥലം നിശ്ചയിച്ചോ, അവിടെ ഈ പറഞ്ഞ മശായിഖന്മാരൊക്കെ വരട്ടെ, കുല്ലുഹും മജ്മൂഉം വരട്ടെ, ഉസ്താദ് വരാ, ഞങ്ങളും വരാ. എന്നിട്ട് നിങ്ങളൊന്ന് പറ പ്രശ്നം. വെല്ലുവിളിക്കുന്നു, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് നിങ്ങളുണ്ടോ? വിവരാണ്ട് അറിയും. കക്കാട് പൈസയെ വിളിച്ച് നിങ്ങൾ എത്ര വട്ടാ ചോദ്യം ചെയ്ത്? എണ്ണം പറഞ്ഞു കൊടുത്താളി. എന്തെങ്കിലും ഒരു വട്ടം വിളിക്കാത്തത്? വിളിക്കുന്നു പറഞ്ഞ് അന്ന് പനി പിടിച്ചത് എന്തേ? ചിന്തിച്ച് പനി പിടിച്ചു പോയി അല്ലേ? ഞങ്ങൾക്കറിയാം. ആ ജാതി കളിയൊന്നും നടക്കൂല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത് പറയൂല. പറഞ്ഞ പിന്നെ മുബീൻ വരെ പറയും. അത് ഞങ്ങളുടെ സ്വഭാവമാണ്. അത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞിട്ടില്ല. ഇനി കേട്ടോളൂ അടുത്തത്.
അടുത്തെടുക്കാണ് ഓരോ നുണകൾ ഇങ്ങനെ എടുക്കുകയാണല്ലോ. ഉസ്താദ് ഏതായാലും ത്വരീഖത്തല്ല ഒക്കെ അംഗീകരിച്ചു. പിന്നെ ഇടയ്ക്ക് ഈ ത്വരീഖത്ത് പിന്നെ ജദുബിന്റെ ഹാലിൽ പറഞ്ഞതാന്ന് വെക്കുക. അത് നമ്മൾ അങ്ങനെ തേവീത് ചെയ്യണല്ലോ. മമ്പറങ്ങൾക്ക് അടുക്കപ്പോ ജദുബ പിന്നെ മൂപ്പരക്കായിട്ട് ഇല്ലാതെ കണ്ടല്ലോ. അത് അവിടെ ഇരിക്കട്ടെ ജദുബിന്റെ ഹാലിൽ. പിന്നെ ഇപ്പൊ എന്താ മൂപ്പര വാദങ്ങളിൽ തെറ്റുണ്ട്. ആരെ ഹാഫിദ് ഉസ്താദിന്റെ വാദങ്ങളിലും ചില കാര്യങ്ങളിലും തെറ്റുണ്ട്. ഏതൊക്കെയാണ് കാര്യം? വരട്ടെ, ഒന്നിന്റെ പിന്നിൽ ഒന്നായി വരട്ടെ. ഞാൻ കാണിച്ചു തരാം. ഇതുവരെ വന്ന വാദങ്ങൾ മുഴുവനും ഞങ്ങൾ പഠിച്ചതാണ് സഹോദരങ്ങളെ. ഞാനും അൻവരി ഉസ്താദും കൂടി പണ്ട് ഒരു സ്റ്റേജിൽ വന്നപ്പോ എന്റെ വീട്ടിൽ കുറെ ആള് വന്നിട്ട് പറഞ്ഞു അൻവരി ഉസ്താദിനായിട്ട് ബന്ധപ്പെടരുത്, ഏതോ ഒരു ഷെയ്ഖിന്റെ ആളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നാപ്പി നിങ്ങൾ മാറിക്കി. അന്ന് ഞാനും ഏതാ ജബ്ബാർക്ക് വിളിച്ചു ചോദിച്ചു, ഞങ്ങൾ ആരാണ് ആ ഷെയ്ഖ് എന്ന് ഞങ്ങൾ അന്വേഷണം നടത്തി. ഈ കുരുവട്ടൂരിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചു. പലരോടും ചോദിച്ചു, ഉസ്താദുമാരോടക്കം. അങ്ങനെ ഉസ്താദിനെ പറ്റിയുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഞങ്ങൾ ഉസ്താദിന്റെ മജ്‌ലിസിലെത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എവിടെ പോയിട്ടാണോ അന്വേഷിച്ചത്? ചന്ദ്രനിൽ പോയിട്ടാ? ഉസ്താദിനെ വിളിക്കണ്ട ഇപ്പൊ പറയും, ഉസ്താദിനെ വിളിക്കണമെന്നില്ല. ഇന്നലെ കുറ്റിക്കാട്ടൂർ പോയിട്ട് മുമ്പ് പറയാണ്, നൂരീശനെ കുറിച്ച് പണ്ട് അന്വേഷിച്ചപ്പോ നൂരീശന്റെ ഷെയ്ഖിനെ തന്നെ ഞങ്ങൾ കത്തെഴുതിയിട്ട് അന്വേഷണത്തിന് ക്ഷണിച്ചു, അയാൾ വരാത്തത് കൊണ്ടാണ്. അപ്പൊ എന്തേ മസല അറിയൂ? അന്ന് ഉള്ളാട്ടങ്ങളെയൊന്നും അതിന്റെ ആള് നിങ്ങളായി പോയി. എന്ത് ചെയ്യാനാ? അപ്പൊ ഇത് പറയണം നിങ്ങൾ. ശരഈയായ കാരണം ഞങ്ങൾ പറയും, ഞങ്ങൾ റെഡി. ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ വാ. കാലില് ചോപ്പ് മാറിയില്ലേ? ചോപ്പ് മാറാത്തത് അവിടെ ഇല്ലേ? അതിനെടുത്തോ, വലിയ ആൾ അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. എന്താ പ്രശ്നം? ഒരു പ്രശ്നം പറഞ്ഞിട്ടോളൂ. ഓരോ വിഷയങ്ങൾ പറയുമ്പോ അങ്ങനെ കേട്ട് ഇങ്ങനെ കേട്ട് ഈ കേട്ടുകേൾവിയാവിടക്കളാകണ്ടാണ് പ്രശ്നം. ഒരു കുതിരനെ കൊണ്ട് കെട്ടിയിട്ട് ആ കുതിര ശേഖനെ തെരഞ്ഞു വന്നതാണെന്നാണ്. അങ്ങനെ ആ കുതിരനെ തൂരി കൊണ്ടൊരു കൂട്ടർ ഒരു ചങ്ങായിന്റെ ഒരു രോമം വാൽമക്കർ കണ്ടാണ് കുതിരന്റെ. അപ്പൊ അത് അയാള് സ്മരണ കൊണ്ടുവെക്കാം. അപ്പൊ ഇതെന്താ ഇത് ഷെയ്ഖിന്റെ കുതിരന്റെ വാൽമത്തെ. ഇതിനൊക്കെ എന്തെന്നാ പറഞ്ഞ? ഇതിനൊക്കെ എതിര് പറഞ്ഞാൽ ശൂന്യല്ല. ഞാൻ പിന്നെ ആദ്യമേ ദൈവബന്ധിയും അപ്പൊ ശരിയായി. അതാണ്ടായത്. എന്താ പറഞ്ഞ് മൂപ്പര കുതിരന്റെ കാര്യം എന്താ പറഞ്ഞല്ലോ? കുതിര ശേഖരൻ തേടി ഇങ്ങോട്ട് വന്നു. നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾ പൈസയും കൊടുത്ത് അവിടുന്ന് ലോറി വിളിച്ചു കൊടുത്തതാ സാധനം. നിങ്ങൾ അറിയൂ? ഇത് കിതാബ് നോക്കണ്ടല്ലോ. ഈ നാടന്മാർക്കൊക്കെ അറിഞ്ഞൂടെ? എവിടെ കുതിരന്റെ രോമെടുത്തുണ്ടോ? ആരാ രോമെടുത്ത ആള്? ആ ആളെന്ന് പറ. മൂപ്പരേറ്റ് ഒന്ന് എടുത്തുണ്ടോയോ? അയമക്കറിയില്ല. എന്തിനും നുണ പറയണം? ഇതാ കാരണം. ഇതിന് മൂപ്പരന്നെ പറഞ്ഞു കേട്ടില്ലേ? കേട്ട് കേൾവിയാണ് ഇവിടെ ഒക്കെ പ്രശ്നം. അതാ മൗലിയരെ ഇവിടെ പ്രശ്നം. കേട്ട് കേൾവി വിട്ട് യഖീനിലേക്ക് വാ. അതാണ് യഖീൻ. ഇത് പഠിച്ചില്ല നിങ്ങൾ. ഇനി കേട്ടോ റൗദന്റെ കാര്യം, അത് ഞാൻ വിടൂല. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? റൗദ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തല്ല റൗദ എന്ന് ഉസ്താദ് പറഞ്ഞത്രേ. ഓ എന്റെ മക്കളെ, നിങ്ങൾ എല്ലാരും കൂടിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞു താ. ആ വാക്ക് ഉസ്താദ് അവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കയ്യിന്റെ ഉള്ളനടിയിൽ നിന്ന് ഞങ്ങൾ രോമം പറിച്ചു തരും. നുണ പറയുന്നതിനില്ലേ അടിസ്ഥാനം? ഇവിടുത്തെ സാധാരണക്കാരായ നാടന്മാര് പറയാണ് ഞങ്ങൾക്ക് വേദനല്ല, പക്ഷേ കാലുമത്ത ചുവപ്പ് മാറിയെന്ന് അവകാശപ്പെട്ട് ദർസ് നടത്താന്ന് പറഞ്ഞു ഈ കോലത്തിൽ നുണ പറഞ്ഞാലോ സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന എന്ന് നിങ്ങളെ കുറിച്ച് തന്നെയാണോ പറഞ്ഞത് എന്ന് ഞാൻ സംശയിച്ചാൽ എന്നെ കുറ്റം പറയാൻ പറ്റുമോ? അയാൾ പറയട്ടെ എന്ന് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇതിങ്ങനെ ഓരോ കസ്ബിട്ടുണ്ടാവുന്ന. എന്നിട്ട് എന്തൊക്കെയാണ് ആ കസ്ബിൽ ഉണ്ടാവുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് ബഹുമാനപ്പെട്ട ഉലമാക്കൾ സ്വാലിഹീങ്ങൾ എല്ലാവരും പോകുന്നു. എവിടെ മദീനത്ത് റൗള ശരീഫിൽ പോകുന്നു. അപ്പൊ ഈ ശേഖ് പറഞ്ഞ അവിടെ അല്ല റൗള എന്നാ. പിന്നെയോ അവിടുന്ന് 1500 മീറ്ററോ അല്ലെങ്കിൽ അടിയോ താഴെ അവിടെ റൗള. അവിടുത്തെ ആർക്കും പോകാൻ കഴിയില്ല. ഞാൻ ഇടയ്ക്കൊക്കെ അവിടെ പോകണം.
ഇത് ലോകത്ത് ഒരു ചരിത്രത്തിലും കേൾക്കാത്തതും ഒരു കൂട്ടരും പറയാത്തതും ഇസ്ലാമിനെ അറിയപ്പെടാത്തതാണ്. പിന്നെ എവിടുന്ന് ഇയാൾക്ക് കിട്ടി? ഇയാൾക്ക് കിട്ടിയത് നേരത്തെ പറഞ്ഞ കെസ്പാണ്. ഓരോ കാര്യങ്ങൾ തുറസായി കിട്ടാം. തുറവടിപ്പാട് വേണമെങ്കിൽ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞോളി. ഇത് വെളിച്ചപ്പാട് അറിയാം വേറെ കൂട്ടര്. നമ്മള് പേരോ നന്നാക്കിയിട്ട് അതിന് കെസ്പ് അറിയും. അതുകൊണ്ട് കെസ്പുറ സംഗതി ഇല്ല എന്നല്ല, അങ്ങനെ കെസ്പുറ സംഗതി ഉണ്ട്. യഥാർത്ഥമായ ഔലിയാക്കൾ കെസ്പുറ സംഗതി ഉണ്ട്. പക്ഷെ അവരും ആ കെസ്പിനെ രേഖയായി എടുക്കൂല. എന്താ പറഞ്ഞ് എവിടുന്ന് ഇയാൾക്കിത് കിട്ടി? ഉസ്താദ് ഒന്ന് പറഞ്ഞു എന്ന് ഏത് കശിപ്പില അങ്ങക്ക് കിട്ടിയത്? അതാ ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്താ പറഞ്ഞാലോചിച്ച എന്താണ് ആ വാദം? ഇത് 1500 കിലോമീറ്റർ അപ്പുറത്താണ് റൗള എന്ന് ഉസ്താദ് പറഞ്ഞു. മുസ്ലിയാരെ, അങ്ങനെ ഒരാൾ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക. എന്നാൽ അവന്റെ ഹുക്കുമെന്താ? ആദ്യം പറ. മദീനയുടെ 1500 അടി അല്ലെങ്കിൽ കിലോമീറ്റർ അപ്പുറത്താണ് റൗള എന്ന് ഒരാൾ പറഞ്ഞ കാഫിറാ. എന്താ നിങ്ങളിത് മനസ്സിലാക്കാത്തത്? ഈ കുട്ടികൾ നിങ്ങളോട് പറയേണ്ടി വന്നല്ലോ. എന്ത് തോന്നിവാസവും പറയാന്ന് അവിടെ വന്നിട്ട് വെല്ലുവിളിക്കുന്നു ഞങ്ങൾ. ഉസ്താദ് അവറുകൾ 1500 കിലോമീറ്റർ അപ്പുറത്താണ് റൗള എന്ന് പറഞ്ഞ് കേട്ട ഒരാളെ ഹാജരാക്കിയാൽ നിങ്ങൾ പറഞ്ഞ പണി ഞങ്ങൾ എടുക്കാം. നോണ പറയുന്നതിന് അതിരി സംഘടനാ സ്വാധീനം ഉണ്ടിട്ട് എന്ത് തോന്നിയാസും പറയാം. എവിടെ ഇതിന് തെളിവ്? ഉസ്താദ് അവറുകൾ മദീനത്ത് ഇതാ നമ്മളെ മുക്കത്തെ പൂക്കളടക്കമുള്ള ബലക്ക മജ്‌ലിസിലുണ്ട്, കേട്ടതാ. റൗളയെ കുറിച്ച് ഉസ്താദ് പറഞ്ഞ ഉസ്താദ് തന്നെ സ്വലാത്തിലൂടെ പറഞ്ഞല്ലേ അത്? റൗളയുടെ വിശാലത പറഞ്ഞതാ. റൗള എന്ന് പറഞ്ഞ ഞങ്ങൾ ആ ചെറിയൊരു ഖബറാന്ന് മനസ്സിലാക്കണ്ട, അതൊരു വലിയ സംഭവമാണ്. എത്രയോ വിശാലമായി അല്ലാഹ് വിശാലമാക്കി കൊടുത്ത അത് ആർക്കാണോ സംശയം? ഒരു സാധാരണക്കാരനായ മുഅ്മിൻ ഖബറിലെത്തിയാൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഓന്റെ ഖബർ വിശാലമാക്കും. മദ്ദബസരിഹി, കണ്ണെത്താത്ത ദൂരം 1500 ഒന്നല്ല, അതിലപ്പുറം വിശാലമാക്കും. അത് പറഞ്ഞപ്പോ ആ ഖബർ അവിടെ ഇല്ലാന്ന് അതിന്റെ മേന. നിങ്ങളൊക്കെ എങ്ങനെ ഈ ഫിഖ് ഓതി കൊടുക്കുന്ന എനിക്ക് തീരെ തിരിയാത്ത? അപ്പൊ പച്ച നുണകളുടെ കൂട്ടത്തിൽ നമ്പർ 1 അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ജാതി നുണ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാ ഉണ്ടാക്കുന്നത്? അതുകൊണ്ടല്ലേ നമ്മളെ കുട്ടികൾ ചോദിച്ചു. ആ ചോദ്യം ഒന്ന് കേട്ടോളൂ. അവര് ഈ പറഞ്ഞ വ്യക്തി എഴുന്നേറ്റ് പോയി. അതിന് ശേഷം അപ്പത്തന്നെ അവന് മൈക്ക് ചോദിക്കുന്നുണ്ട്, കൊടുത്തില്ല. എങ്ങനെ മൈക്ക് കൊടുക്കാനാണ്? ഇതിന്റെ രേഖ പറയണ്ടേ? രേഖ പറയണം, പറഞ്ഞില്ല. അങ്ങനെ കുറെ കാലം സമയം കഴിഞ്ഞപ്പോ ഇയാള് പ്രസംഗിക്കുകയാണ്. ചോദ്യത്തിന് അവസരം കൊടുത്തു. മിനിയാന്നുണ്ടായ സംഭവ ചോദിച്ചു. മക്കൾ പറയണം നിങ്ങൾ മറുപടി. ആരോട് പറഞ്ഞു? ആര് കേട്ടു? കേട്ട് കേൾവി മതിയോ? അപ്പൊ പറയാണ്, പറഞ്ഞ ആള് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതറിയില്ല. ഇതാ നിങ്ങളെ മുഖാമുഖം അല്ല സ്നേഹ സംവാദം തന്നെ? അങ്ങനെ ഉണ്ടോ ഒരു നിബന്ധന? ഒരു ഔദ്യോഗിക സംഘടനയുടെ സ്റ്റേജിൽ ഒരാൾ പറഞ്ഞ സംഗതി വേറെ ആൾ ചോദിച്ചാൽ അത് അയാളോട് ചോദിക്കണം മറുപടി. ഇപ്പൊ ഇവിടെ അൻവർ ഉസ്താദ് പ്രസംഗിച്ചു, നിങ്ങൾ ചോദിച്ചു അൻവർ ഉസ്താദ് പോയതിനു ശേഷം ഞങ്ങൾ ആൺകുട്ടികളായി മറുപടി പറയും ഉസ്താദ് പറഞ്ഞതിന്. ഇല്ലെങ്കിൽ ഞങ്ങളെ ഉസ്താദ് പറഞ്ഞതിനെ കുറിച്ച് ചോദിക്ക്, ഞങ്ങൾ മറുപടി പറയും. നിങ്ങളോ? നിങ്ങൾ വാടക പ്രാസംഗികരല്ലേ? നിങ്ങളെ ഡ്യൂട്ടി നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് കഴിഞ്ഞു. അതാ വാടക പ്രാസംഗികന്റെ അടയാളം. എന്ത്? ഉത്തരവാദിത്ത ബോധം. ഞങ്ങൾ ഉത്തരവാദിത്ത ബോധത്തിലാ പറയുന്നത്. ഉസ്താദ് അവറുകൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ചോദിക്കുക, ഞങ്ങൾ പറഞ്ഞുതരാ. ഇല്ല ഞങ്ങൾ പറയൂല. ഞാനും മൂപ്പരെ കൂടെ കുറെ മുഖാമ നടത്തി. അന്നൊന്നും ഈ അസുഖമില്ലേ, ഇപ്പൊ എന്നേ പോയി തുടങ്ങിയതാവും. അങ്ങനെ ഉണ്ടൊരു ഉസൂല്. ഒരാള് പറഞ്ഞ കാര്യം അത് സംഘടനാ വേദിയിൽ പറഞ്ഞതാ. അതിന് ഉത്തരം നാടന്മാര് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടെ ഒരു കളവുണ്ട്. നിങ്ങള് 1500 അടിയാണ് എന്ന് ഒരാളെ കുറിച്ച് പറഞ്ഞു. അത് ആരെ കുറിച്ചാന്ന് എനിക്കറിയില്ല. ഏത്? ഈ പറഞ്ഞ ഹയവാൻ ഉസ്താദിനെ പലരെയും തെറ്റിദ്ധരിപ്പിച്ചത് ഇത് പറഞ്ഞിട്ടാ. ഇത് പറഞ്ഞിട്ടാണ് ഉസ്താദിനെതിരെ കേസ് പറഞ്ഞു. ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ
അയാൾ എന്നോട് ഉസ്താദിനെ കുറിച്ച് ഇതാണല്ലോ പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് തിരിഞ്ഞാന്നു കള്ളത്തരം പറയാം. മൂപ്പർക്ക് തിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതിനോട് പറയില്ലല്ലോ. 400 ആള് കൂടിയിട്ട് കാര്യമുണ്ടോ ഈ നോണ സ്ഥിരപ്പെടുത്താൻ? ഇവിടെ ചോദിക്കുന്നത്, നേരത്തെ നമ്മൾ ഉസ്താദ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മുത്തുനബിയുടെ റൗള ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല എന്നുള്ള ഒരു പരാമർശം നേരത്തെ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. അത് ആരോടാണ് എപ്പോഴാണ് പറഞ്ഞത് എന്ന് വ്യക്തമാക്കണം. അതിന് വ്യക്തമായ തെളിവ് ഉത്തരം കേട്ടോ. നിങ്ങൾ എന്താണ് ഉസ്താദ് പറഞ്ഞ ഒരു വിഷയമാണ്. ഉസ്താദ് ആളെ പേര് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ആരെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ഒരുപാട് ശേഖന്മാരുള്ളതല്ലേ. ഓരോരുത്തരും ഓരോ വാദം പറയുകയാണ്. ആ വാദത്തെക്കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് ഉസ്താദ് ഇവിടുന്ന് പോയല്ലോ. അതുവരെ നമുക്കത് അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ചോദിക്കാമായിരുന്നു. ഉസ്താദ് ആരെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അത് ഉസ്താദിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഉസ്താദ് ഹയാത്തിലുള്ള ആളാണല്ലോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ബാക്കി പറയട്ടെ. അതുകൊണ്ട് നമുക്കത് ചോദിച്ച് ഉറപ്പുവരുത്താവുന്നതാണ്. വ്യക്തിയുടെ പേര് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് ആരെ ഉദ്ദേശിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അറിയാത്ത കാര്യം പിന്നെ പറയാൻ കൊല്ലങ്ങൾക്ക് മുമ്പേ അറിയാം. പറ്റൂലല്ലോ. ഉസ്താദ് നേരത്തെ ഈ പരിസരത്തുള്ള ആളുകളുടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ എങ്ങനെയാണ് പറഞ്ഞത് എന്നാണ് ചോദിച്ചത്. അതായത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ഷരീഫ് ഇപ്പോൾ നിലനിൽക്കുന്ന സ്ഥലത്തല്ല, അതല്ലാതെ കുറെ ദൂരത്താണ് എന്ന് ഒരു വ്യക്തി സൂചിപ്പിച്ചു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഉസ്താദ് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് ഏത് വ്യക്തിയെ കുറിച്ചാണ് ഉസ്താദ് പറഞ്ഞത് എന്ന് ഉസ്താദല്ലേ പറഞ്ഞത്. ഉസ്താദിന് രേഖയില്ലാതെ പറയാൻ പറ്റുമോ? ഉസ്താദ് രേഖയില്ലാതെ പറയുമോ? പറയില്ല. പിന്നെ ഇപ്പൊ ഉസ്താദിന്റെ രേഖ എങ്ങനെ ഞാൻ പറയാ? അത് ഉസ്താദല്ലേ പറയേണ്ടത്. എന്താ നിങ്ങളത് മനസ്സിലാക്കാത്ത? ഉസ്താദ് പറഞ്ഞ ഒരു കിതാബിലുള്ള ഒരു വിഷയമാണ് നമ്മൾ കാണിച്ചു തരാം. ഇത് നിലവിലുള്ള ഒരു സംഭവം പറഞ്ഞു. കിതാബിലുള്ളത് കാണിച്ചു തരാൻ പറ്റില്ല. നേലുണ്ടോ എന്ന് ഇവിടുന്ന് ചോദിച്ചപ്പോ മുമ്പ് പറഞ്ഞവരോട് അത് മറ്റാളോട് കുറ്റിയാടി പോയി ചോദിക്കാനാ പറഞ്ഞു. എന്തേ നിങ്ങൾ ഇത്ര അതപ്പതിച്ചു പോയത്? ഉസ്താദ് പറഞ്ഞ ഒരു വിഷയത്തിൽ ഇനി ഞങ്ങൾ ചോദിക്കാണ്, ആരാണത് കേട്ടത്? ആ കേട്ട വ്യക്തി എന്താ കേട്ടത്? എവിടെന്നാ നിങ്ങൾക്ക് ഈ നുണ കിട്ടിയത്? നുണ പറഞ്ഞാൽ സ്ഥിരപ്പെടുത്താൻ പറ്റുന്നാണോ മനസ്സിലാക്കിയത്? അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്, ഈ നുണ പറയുന്നവരോട് സമൂഹം വിട്ടു നിൽക്കണം. അതായത് ഒരാള് അല്ലേ, മുത്തുനബി പറഞ്ഞാണ് കള്ളം പറയുന്നവരോട് വിട്ടു നിൽക്കണം. ഞാൻ പറഞ്ഞു എന്ന് പറയണ്ട, മുത്തുനബി തന്നെ പറഞ്ഞതാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളം പറയുന്നതിനെ കൊടുക്കാൻ പറ്റോ? വിട്ടുനിന്നേ പറ്റൂ. നുണ പറയല്ലേ. ഇനി അടുത്ത നോണിയും കൂടി കേൾപ്പിച്ചു തരാം. ഇതൊക്കെയാണ് ഈ കള്ള ശരീഅത്ത്. അതിന്റെ ഇടയിൽ കശ്ഫ് പറഞ്ഞിട്ടുണ്ട്, കശ്ഫ് ഇൽഹാം. അതിനൊക്കെ മുമ്പ് പരിഹസിച്ചാണ് നിങ്ങള്. വെളിച്ചപ്പാട് ഔലിയാക്കൾക്ക് അല്ല കൊടുക്കുന്ന പ്രത്യേകമായ കഴിവാണ്. അല്ലാഹു അവന്റെ ആളുകൾക്ക് ഇൽഹാമിലൂടെ എന്ന് പറഞ്ഞാൽ തോന്നിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ കശ്ഫ് ഇൽഹാം. അതിനെ കളിയാക്കിയ നിങ്ങളോട് ഒറ്റ വരി ഞാൻ വായിക്കുന്നു, എന്റെ വകയല്ല. നമ്മൾ പണ്ട് ഉസ്താദേ, നമ്മൾ പണ്ട് ഒന്നിച്ച് സംവാദത്തിന് പോയപ്പോ അന്ന് നമ്മൾ മുജാഹിദിനെതിരെ വായിച്ചൊരു കിതാബില്ലേ, റൂഹുൽ ബയാൻ, ഇസ്മാഈലുൽ ഹിഖിയൽ ബറൂസബി തങ്ങളുടെ കിതാബ് അല്ലേ? വദാലിക ഐനുൽ തൗഹീദ്. മണ്ണാർക്കാട്ടത്തെ ശബ്ദം ഞങ്ങൾ മറന്നിട്ടില്ല. ആ പറഞ്ഞ ഈ ഇസ്മാഈലുൽ ഹിഖിൽ ബറൂസവിയുടെ റൂഹുൽ ബയാനിൽ മഹാൻ പറയാണ്, ഫമൻ അറദ അനിൽ മുഅ്ജിസാതി വൽ കറാമാതി വൽ ഇൽഹാമാത്. ഒരാള് മുഅ്ജിസത്ത് കറാമത്തുകളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, വൽ ഇൽഹാമാതി ഔലിയാക്കൾക്കുള്ള ഇൽഹാമിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. തിരിഞ്ഞു കളയാനുള്ള കാരണം ലിഇഖ്ബാലിഹി അല ദുനിയാ വസീനതിഹാ വശഹവാതിഹാ.
ദുനിയാവിന്റെ ഈ ചീഞ്ഞു നാറുന്ന ശഹവാത്തുകളും ദേഹേച്ഛകളും ഭംഗിയും ആസ്വദിക്കാൻ വേണ്ടി ആ രൂപത്തിൽ മഹാന്മാരായ ഔലിയാക്കളുടെ കശ്ഫിനെ കളിയാക്കുന്ന ആളുകൾ ഇസ്മായിലുൽ ഹിക്കി തങ്ങൾ പറയാണ് കഅന്നഹുമുൽ അൻആം, അവർ മൃഗങ്ങളെ പോലെയാണ്. ബൽഹും അദല്ല, മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവരാണ്. ലിഅന്നൽ അൻആമ മാ കദബത്, കാരണം മൃഗങ്ങൾ ഔലിയാക്കളെ കളവാക്കിയിട്ടില്ല. വഹുവ കദബ, ഈ ഹൈവാൻ കളവാക്കി. അതുകൊണ്ട് മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണെന്ന് ഇസ്മായിലുൽ ഹിക്കി തങ്ങൾ രേഖപ്പെടുത്തിയത്. ഉസ്താദേ, ആ കുത്തുബുഖാനയിൽ നിന്ന് എടുത്തൊന്ന് വായിച്ചു നോക്കൂ. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? എന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോ ഉസ്താദ് വേണമല്ലോ മറുപടി. ഇനി ഉസ്താദിനെ തന്നെ കൊണ്ടുവന്നാല് ഇതിപ്പോ കാൽമത്തെ ചോപ്പ് പോയിട്ട് പച്ചിം പോലും പോകാത്ത കുട്ടിയാ ചോദിച്ചേ. അപ്പൊ തന്നെ ഉസ്താദ് വേണമെങ്കിൽ പിന്നെ ഇപ്പൊ എന്താകും അവസ്ഥ? കഴിഞ്ഞിട്ടില്ല. ഇനി അടുത്ത പൊട്ടുതരം കേട്ടോ. അയാൾ എന്നെ പറയാണ്, ഇത് സൂഫിയെ എതിർക്കാൻ പാടില്ല, പുതിയ മസലയാണ് കേട്ടോ. സൂഫിയെ എതിർക്കാം, സൂഫിക്ക് വേറെ എന്ന് പറഞ്ഞ എന്താ അറിയോ? ഇവര് പൊട്ടത്തരം പറഞ്ഞാൽ പിറ്റേന്ന് നമ്മൾ മറുപടി അറിയുന്ന അറിയാം. കാരണം ഓര് വാടക പ്രസംഗമാണ്, നമ്മള് ഹഖീഖത്തൻ പ്രസംഗമാണ്. അപ്പൊ മറുപടി വരുന്ന ഉറപ്പാ.